ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നും എന്ത് മെസ്സേജാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. ഞാൻ പൈലൊന്നും വെക്കുന്നില്ല, പൈലൊക്കെ വെച്ചിട്ട് പിന്നീട് ഒരു ദിവസം റീഡ് ചെയ്യാവേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നാമത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര മഴ. അതെ, 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. Seven of Cups, the Moon, King of Pentacles, the Hierophant, Justice, ഫസ്റ്റ് കാർഡ് നിങ്ങൾക്ക് ലൈറ്റ്, മുകളിൽ നിന്നുള്ള ആ ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശമാണ്. അതൊന്ന് ക്ഷമിക്കണേ കേട്ടോ. ദ ലവേഴ്സ്, the Emperor, Ace of Pentacles, the Tower, Knight of Swords, Eight of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. കണ്ടോ, 10 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. Change, politics, laziness, the rebel, ഹീലിംഗ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്ട്രെസ്സ്. ഒരുപാട് പേര് സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നവരുടെ എന്താണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് പറയാനുള്ളത് എന്നാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽ മെസ്സേജസ് നമുക്ക് നോക്കാം. നമുക്ക് പിന്നീട് പറയാവേ.
നമുക്ക് പിന്നീട് റീഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എടുത്തിരിക്കുന്ന ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് രണ്ടും 10 ഓഫ് സോർട്സ് ആണ്, പിന്നീട് സ്ട്രെസ്സാണ്. 10 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. സ്ട്രെസ്സും അതുപോലെ തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന മാനസികമായ അവസ്ഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കിവിടെ മുഖംമൂടി അണിഞ്ഞ് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. പലരും അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾക്ക് സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പൂർവികരാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യത്തിനും ഇപ്പോൾ കൂടുതലായിട്ട് അനാവശ്യമായിട്ട് സ്ട്രെസ്സ് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കർമ്മ കൊണ്ട് നിങ്ങൾ അനുഭവിക്കും പല കാര്യങ്ങളും. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ, ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്, 8 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, മുൻപോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് സ്വയം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെയധികം ആലോചിക്കണം. ഞാനിത് ചെയ്യുന്നത് ശരിയാണോ? ഈ വ്യക്തി ആരാണ്? എന്തിനാണ് എന്നോടിങ്ങനെ സംസാരിക്കുന്നത്? ഇതിലെന്തെങ്കിലും ചീറ്റിംഗ് ഉണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെയും നിങ്ങൾ ആലോചിക്കേണ്ടതായ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളോട് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്താണ്? ഇവർ എന്തിനാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്? ഇതുവരെയും ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി എന്നിലേക്ക് എന്തിനാണ് പെട്ടെന്ന് ആകർഷിക്കപ്പെട്ട് വന്നിരിക്കുന്നത്? അവിടെ എനിക്കിത് ഗുണത്തിനാണോ നാശത്തിനാണോ എന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ അവസ്ഥ വരില്ല. 10 ഓഫ് സോർഡ് കണ്ടില്ലേ? 10 ഓഫ് സോർഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ ചതിക്കപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക തന്നെ വേണം. ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ചിന്തിക്കാതെയുള്ള പ്രവർത്തികൾ നിങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുന്നത്. തീർച്ചയായിട്ടും അതെ. ഇവിടെ കണ്ടില്ലേ, മൂൺ വന്നിരിക്കുന്നു. പേടിച്ചിരിക്കുക. സമൂഹത്തിൽ ആരെന്തെങ്കിലും എന്നെ എന്തു പറയും? ഞാൻ ചെയ്ത തെറ്റുകൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ എന്നെപ്പറ്റി എന്താണ് അവർ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പേടി, രാത്രിയിൽ ഉറക്കം പോലുമില്ലാത്ത പേടി അനുഭവിക്കുന്നു. എന്തിനാണത്? അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ നേരായ വഴിയിലൂടെ മാത്രം പോയാൽ മതി. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ സോൾ. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ന വ്യക്തിക്ക് എന്താണുള്ളത്? വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, വളരെയധികം അമൂല്യമായ ഒരു സോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ആ ഒരു സോളിനെ നിങ്ങൾ മനസ്സിലാക്കണം. ആ സോളിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാവണം നിങ്ങൾ പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ ബുദ്ധിമോശമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെയും ഇത് നിങ്ങളുടെ സോളിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സോളിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? നിങ്ങൾക്കത് വിജയമാണ്, നിങ്ങൾക്കത് സക്സസ് ആണ്, നിങ്ങൾക്കാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്. നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാത്രം നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് കപ്സ് കണ്ടില്ലേ? കൺഫ്യൂസ്ഡാണ്. എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. അത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സോളിന് സന്തോഷമില്ല. നിങ്ങളുടെ സോളിനൊരു സ്ഥിരമായ ഒരു ഇരിപ്പിടം നിങ്ങൾ നൽകുന്നില്ല. അത് ചഞ്ചലപ്പെടുകയാണ് അവിടെ. അത് ചഞ്ചലപ്പെടും തോറും നിങ്ങളുടെ ബോഡിയും ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ മൈൻഡ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ സോളിന് വേണ്ടത് എന്താണോ അതാണ് ഇവിടെ നൽകേണ്ടത്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ ലവേഴ്സ്, ദൈവികമായ കൂടിച്ചേരലുകൾ വരുന്നുണ്ട്. ഈ ദൈവികമായ കൂടിച്ചേരൽ എപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള അവസരം ഉണ്ടാകുന്നു. ഇത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സാണ് നിങ്ങൾക്കിത് സന്തോഷം തരുന്നത്. നിങ്ങളുടെ കർമ്മനിമിത്തമാണ് ഇത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഏത്
കാര്യമായാലും നിങ്ങളുടെ കർമ്മ ഒഴിഞ്ഞു പോയോ നിങ്ങളിൽ നിന്നും, അപ്പോൾ ബാഡ് കർമാസ് മനസ്സിലായില്ലേ, ബാഡ് കർമാസാണ് അത് മുജ്ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കൂട്ടുകെട്ടുകൾ, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, ഇതെല്ലാം തന്നെയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കർമ്മനിമിത്തമാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. നിങ്ങൾക്ക് കർമ്മ ഒടുങ്ങിയെങ്കിൽ മാത്രമേ ദൈവികമായ കൂട്ടുകെട്ടുകൾ നിങ്ങളിലേക്ക് വരൂ. അപ്പോഴാണ് ദൈവികമായ ഒരു സോൾ നിങ്ങളിലേക്ക്, നിങ്ങളുടെ സോൾ പരിപൂർണമായും തൃപ്തയാണ്, അല്ലെ തൃപ്തനാണ്, ഹി ഓർ ഷി ആണ് എങ്കിൽ, വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന ഒന്നാണ് എങ്കിൽ, ദൈവികമായ ഒരു പരിച്ഛായ അതിന് ലഭിക്കുമ്പോൾ മറ്റൊരു സോൾ നിങ്ങളിലേക്ക് വരും. ഇതേ ഛായയുള്ള മറ്റൊരു സോൾ നിങ്ങളിലേക്ക് അടുത്തു വരും. കാരണം നിങ്ങളോട് കൂടെ ഇരുന്ന് സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയാണ് മറ്റൊരിടത്തു നിന്നും ഒരു സോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അത് ദൈവികമായ ഒരു കൂട്ടിച്ചേർക്കൽ ആണ്. അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ സോളിന് വേണ്ടി നിങ്ങൾ എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ചിന്തിക്കുക. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വരണം. സ്പിരിച്വൽ വർക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇവിടെ ഹെറോഫിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് കാര്യം ചെയ്തോ നിങ്ങൾക്ക് നിഷ്കളങ്കമായിട്ടാണോ നിങ്ങൾ ഇടപെടുന്നത്, ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും നിങ്ങൾക്ക് അതിന് നീതി കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് അവിടെ വരാൻ പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളിലാകപ്പെട്ടവരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലാകപ്പെട്ടവരുണ്ട്. മടി പിടിച്ചിരിക്കുന്നവരിലേക്ക് ഒന്നും വരാനില്ല. ഒരിക്കലും നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്. നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരൂ. ഞാനിങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ സോൾ മടിയനായി പോകും, അല്ലെ മടിച്ചിയായി പോകും. അതാണ് വിചാരിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സോളിന് കൊടുക്കേണ്ട ഭക്ഷണമാണ് സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക് ചെയ്ത് അതിലൂടെ കിട്ടുന്ന ഒരു സമാധാന സന്തോഷം. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സോളിന് സന്തോഷം നൽകുന്നതാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഖം മൂടി അണിഞ്ഞ് സംസാരിക്കേണ്ട അവസ്ഥ വരില്ല. മനസ്സിലായില്ലേ? കള്ളം ആരോടും പറയേണ്ടതായ ഗതികേട് വരില്ല. മറ്റുള്ളവരെ ചീറ്റ് ചെയ്ത് ചതിച്ചിട്ട് അവരിൽ നിന്ന് ഒന്നും പിടുങ്ങേണ്ടതായ ഒരാവശ്യവും വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരവസ്ഥ വരും. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യിക്കാനുമുള്ള, ഹീലിംഗ് കൊടുക്കാനും മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കാനുമുള്ള ഒരവസ്ഥ വരുന്നുണ്ട്. ഇവിടെ ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത്, മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കാനുള്ള അവസ്ഥ. നിങ്ങളോട് അടുത്ത് കൂടിക്കഴിഞ്ഞാൽ പലർക്കും പോസിറ്റീവായിട്ടുള്ള സംസാരം കേൾക്കാൻ, നിങ്ങളിൽ നിന്നുമുള്ള സന്തോഷം, നിങ്ങളിൽ നിന്നുള്ള ആ ഒരു എനർജി ലഭിക്കുമ്പോൾ തന്നെയും എന്താണ്, മറ്റുള്ളവർ നിങ്ങളോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കും. ചില വ്യക്തികളോടാണെങ്കിലോ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നൊരു തോന്നൽ വരും. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിലെ ആ അസൂയ കലർന്ന സംസാരം, അവരുടെ ഉള്ളിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മളിലേക്ക് ആ ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞത്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ സോൾ അതുപോലെ പ്യുവർ ആകുമ്പോൾ മാത്രമാണ് മറ്റൊരു എനർജി നിങ്ങൾക്കത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് പറയുന്നത് മടി കളയണം. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഇപ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ സ്പിരിച്വലായിട്ട് വർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് കാണുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരാൻ പോകുന്നു. നിങ്ങളുടെ സോളിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ചുരുണ്ടുകൂടി അവിടെ ഇരിക്കും. നിങ്ങളുടെ സോളിന് ദുഃഖമേറി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അല്ലെങ്കിൽ മടി പിടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മടി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സോളും അതുപോലെ തന്നെ മടി പിടിച്ച് അവിടെ ഇരിക്കും. ഒരു കാര്യവും നടക്കില്ല, നിങ്ങൾക്കൊരു സന്തോഷവും ലഭിക്കില്ല. മനസ്സിലായോ? അതേ സമയത്ത് നിങ്ങളൊന്ന് സന്തോഷമായി ഇരിക്കൂ. അപ്പോൾ നിങ്ങളുടെ സോളും സന്തോഷം ഉളവാകുന്ന രീതിയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. കൂടുതൽ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരും, നിങ്ങളിലേക്ക് സക്സസ് വന്നു ചേരും. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പലർക്കും ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പറ്റൂ.
മണി സ്രോതസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സാമ്പത്തിക സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, സ്പിരിച്വൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ സ്പിരിച്വൽ വർക്ക് ചെയ്ത് നേടിയെടുത്താൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കൂ. അത്രമാത്രം നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇവിടെ ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പൂർണ്ണമായും ഇതിൻ്റെ 100% നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്. ലേസിനെസ് പാടില്ല. പൊളിറ്റിക്സ് കണ്ടില്ലേ, മുഖം മൂടി അണിയേണ്ട കാര്യമില്ല. ഇവിടെ കള്ളത്തരമാണ് കാണിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഒന്നും നേടാൻ പറ്റില്ല. കള്ളത്തരം കാണിച്ച് ഒന്നും നിങ്ങൾക്ക് സാധിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തെ ഒരു സന്തോഷം ലഭിക്കുമായിരിക്കും. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം പെരുമാറാൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ പെരുമാറണം. ഇതൊക്കെ നിങ്ങൾ തന്നെ വരുത്തി വയ്ക്കുന്ന വിനയാണ്. 8 ഓഫ് സോർഡ് കണ്ടില്ലേ, മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട അവസ്ഥ, മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് കഴിയേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിങ്ങളുടെ സോളിന് എന്താണ് സംതൃപ്തി കിട്ടുന്നത്? നിങ്ങൾക്ക് ഫ്രീഡം കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ സോൾ ഫ്രീ ആവൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ സ്വയം ചിന്തിച്ച് വേണം, ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് വരുന്നത്. ഇതൊക്കെ വന്ന് ചേരണമെങ്കിൽ എന്താണ്? സോൾ പ്യുവർ ആവണം. മനസ്സിലായില്ലേ? നിങ്ങളിൽ കപടത നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അൺകണ്ടീഷണലായിരിക്കണം ലവ് എന്ന് പറയുന്നത്. ഒരാളിനോട് എന്തെങ്കിലും പ്രതിഫലം പറ്റാൻ വേണ്ടി സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റിയൽ ആയിട്ടുള്ള ലവ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപാധികളില്ലാതെ സ്നേഹിക്കുക. അവിടെയാണ് റിയലായിട്ടും ലവ് വരുന്നത്. നിങ്ങളുടെ സോൾ പ്യുവർ ആവുന്നത്. ആ പ്യുവറായിട്ടുള്ള സോളിന് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും പറ്റില്ല. വല്ലവരോടും പ്രതിഫലം മേടിച്ചിട്ട് ഒന്നിനും പോവരുത്. അനാവശ്യമായ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അതൊക്കെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപദേശം. നിങ്ങളോട് സ്പിരിറ്റ് ഗൈഡ്സിന് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് സാമ്പത്തികമായ ഒരുപാട് വർധനവ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അറിയാവുന്ന ജോലിയിൽ ഇടപെട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ. എന്നാലേ നിങ്ങൾക്ക് സമ്പത്തിൻ്റെ രാജാവാകാൻ സാധിക്കൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് യു ബിലീവ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടോ? ഞാനിതൊക്കെ പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥ എത്രമാത്രമാണ്, എങ്ങനെയുള്ളതാണ് എന്ന് ആർക്കറിയാം, അല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പ്രവർത്തിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്വഭാവം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. എനിക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്വഭാവമായിരിക്കണം നിങ്ങൾക്കുള്ളത്. ചിലപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കണം, ഈ ഒരു സ്വഭാവം എനിക്കത് എങ്ങനെ കിട്ടിയതാണ്, ആരുടെയാണ്? നമുക്ക് ഒരുപാട് സ്വഭാവം കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അച്ഛനമ്മമാരുടെ, അമ്മൂമ്മമാരുടേത്, അമ്മാവൻ, അപ്പച്ചിമാരുടെ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സ്വഭാവമാണ്. പക്ഷേ ഇത് എങ്ങനെയുള്ള സ്വഭാവമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം. ഇവിടെ ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കൂ. ഇത് നല്ലതാണോ? എന്നിലുള്ള ഈ ഒരു സ്വഭാവം നല്ലതാണോ? മറ്റുള്ളവരുടേത് കണ്ടിട്ട് അസൂയ കലർന്ന ദൃഷ്ടി, ഇത് നല്ല ഒരു സ്വഭാവമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിത് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നു. ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു കാര്യങ്ങളിൽ, നിങ്ങൾ കേൾക്കുന്നതായ ഈ നല്ല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാറാൻ സാധിക്കും, നല്ലൊരു ചേഞ്ച് വരുത്താൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. അതാണ് പറയുന്നത്. ബി അസർട്ടീവ്. എപ്പോഴും നിങ്ങൾ എന്താണ്? ശുഭാപ്തി വിശ്വാസമുള്ളവരായി തീരൂ. തെറ്റുകൾ ചെയ്തിട്ടല്ല ശുഭാപ്തി വിശ്വാസം വേണ്ടത്. നന്മയിലേക്ക് പ്രവർത്തിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഉൾക്കൊള്ളാൻ. ഞാനിത് നല്ല കാര്യമാണ് ചെയ്തത്. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അത് തരണേ, ഇത് തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയോ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ലക്ഷങ്ങളുടെ വിലപിടിപ്പുള്ള അവയവങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഗിഫ്റ്റ് അല്ലേ? അതെന്താണ് ഓർക്കാത്തത്? അപ്പോൾ മറ്റുള്ളവരുടെ കണ്ടിട്ട് അതെനിക്ക് തന്നില്ല, ഇതെനിക്ക് തന്നില്ല, എനിക്കത് തരണേ, ഇത് എന്നൊരിക്കലും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയോ അല്ലെങ്കിൽ ഒരു ആരാധനാലയങ്ങളിൽ പോയോ പ്രാർത്ഥിക്കാൻ പറ്റില്ല, പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുക. എനിക്ക് അവിടെ നിന്ന് ഇത് തന്നല്ലോ, ഇതിന് ഞാൻ നന്ദി പറയുന്നു. മറ്റുള്ളതൊക്കെ എൻ്റെ കർമ്മ കൊണ്ട് അനുഭവിക്കേണ്ടതാണ്, ഞാനത് അനുഭവിച്ച് തീർക്കുക തന്നെ ചെയ്യും. അതിനായിട്ട് ഞാൻ ദൈവത്തോട് മാപ്പ് പറയുന്നു, മാപ്പ് അപേക്ഷിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യൂ. അതിൽ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുള്ളവരാകും. അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിലൊരു വ്യതിയാനം സംഭവിക്കുന്നത്, ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത്. മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. കണ്ടില്ലേ? ഇതാണ് പറയുന്നത്. ഈ അവസ്ഥകൾക്ക് നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്നു, ഇമ്പ്രൂവ് ആകാൻ തുടങ്ങുന്നു. ഒരുപാട് തലങ്ങളിലേക്ക് നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകാൻ തുടങ്ങുന്നു. കണ്ടില്ലേ? ഇവിടെ ഉയർച്ചയിലേക്ക് പോയി പ്രകാശം കാണാൻ തുടങ്ങുന്നു. എങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുൻപോട്ട് പോയാൽ, അതാണ് പറയുന്നത്. ഉണ്ട്. നിങ്ങളുടെ ഈ സാഹചര്യങ്ങളെല്ലാം മാറും. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ നിങ്ങൾ അതിജീവിക്കണം. മോശകരമായ സാഹചര്യങ്ങളെ നിങ്ങൾ അതിജീവിച്ച് തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കി ശരിയായ പാതയിലൂടെ വരൂ. അപ്പോഴാണ് നിങ്ങളുടെ സാഹചര്യം മാറിമറിയുന്നത്. പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ടിരിപ്പുണ്ടായിരിക്കും. ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ 8 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു. ഇവിടെ എന്താണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്? 10 ഓഫ് സോഡ്. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവിടെ വേണ്ട. നിങ്ങൾ അതിനെ മറികടന്ന് വരൂ. നിങ്ങൾ മുൻപോട്ട് വരൂ. നെഗറ്റീവായ സാഹചര്യത്തിൽ കുടുങ്ങിയിരിക്കാൻ പാടില്ല. ആ ഒരു പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ട് പലർക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെ നിങ്ങളങ്ങ് അടിത്തറ പാകി വെച്ചിരിക്കുകയാണ്. ഒരു വിത്ത് മുളയ്ക്കാൻ ഇടുന്നത് പോലെ നിങ്ങൾ അതിനെ അവിടെ സ്ഥിരമായിട്ട് പാകി വെച്ചിരിക്കുകയാണ് ചില ആൾക്കാർ. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരൂ. അതിനെക്കുറിച്ച് ഓർക്കാനേ പാടില്ല. എന്തിനാണ് അത് ഓർത്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും? അങ്ങനെ സമയം കളയണ്ട കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരൂ. വേണ്ട, അതൊരിക്കലും വേണ്ട. പഴയതിനെ നിങ്ങൾ ചിന്തിക്കുക വേണ്ട. മോശകരമായ കാര്യങ്ങളെ ചിന്തിക്കേണ്ട. നെഗറ്റീവ് എനർജിയെ നിങ്ങൾ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരണ്ട. സന്തോഷത്തെ കൊണ്ടുവരാൻ ശ്രമിക്കൂ. ആ ഒരു ഇരുട്ടിലേക്ക് വെളിച്ചത്തെ കയറ്റൂ. അതാണ് പറയുന്നത്. ആ ഇരുട്ടിനെ മാറ്റിയെടുക്കൂ നിങ്ങൾ. എങ്കിൽ മാത്രമേ വെളിച്ചം അവിടേക്ക് പ്രവേശിക്കൂ നിങ്ങളുടെ മനസ്സിലേക്ക്. അതാണ് പറയുന്നത് കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻ, സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കൂ. എന്നിട്ട് എന്താ വേണ്ടത്? നിങ്ങളുടെ ഉള്ളിലേക്ക് സമാധാനം കൊണ്ടുവരൂ. അതാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റിവിറ്റിയെ കളഞ്ഞിട്ട് അവിടേക്ക് സമാധാനത്തെ കൊണ്ടുവരൂ, പോസിറ്റീവായ എനർജിയെ കൊണ്ടുവരൂ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കിവിടെ ചേഞ്ച് വരുന്നത്. കണ്ടില്ലേ? വളരെ നല്ല ഒരു ചേഞ്ചാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നത്. ദ ലവേഴ്സ് കണ്ടില്ലേ? ദൈവികമായ ഒരു കൂടിച്ചേരൽ നിങ്ങളിലേക്ക് വരാനുള്ളത് വരിക തന്നെ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകും. നല്ല പ്രവർത്തികൾ ചെയ്തിട്ട് മാത്രമേ ശുഭാപ്തി വിശ്വാസം കൈക്കൊള്ളാൻ പറ്റൂ കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവരായിത്തീരൂ. ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ, ഫൊർഗിവ്നെസ് പറയൂ. ഫൊർഗിവ്നെസ് പറഞ്ഞ് നന്ദിയുള്ളവരായിത്തീരൂ. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.